Hello guys, welcome back to EK Media Tech. Hello guys, welcome back to EK Media Tech. Hello guys, welcome back to EK Media Tech. യെസ്, ഇപ്പോൾ നിങ്ങൾ കേട്ട 3 സൗണ്ട് ക്വാളിറ്റികളും 3 മൈക്കുകളിൽ നിന്നാണ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 3 വ്യത്യസ്ത മൈക്കിൻ്റെ ഔട്ട്പുട്ട് ക്വാളിറ്റിയാണ് നേരത്തെ നിങ്ങളിപ്പോൾ കേട്ടത്. ഓക്കെ, ഈ സൗണ്ട് ക്വാളിറ്റികളിൽ ഏറ്റവും നന്നായി തോന്നിയ സൗണ്ട് ക്വാളിറ്റി ഏതാണെന്ന് നിങ്ങൾ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വെൽക്കം ബാക്ക് ടു EK Media Tech. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് യൂട്യൂബേഴ്സ് ആയിട്ടുള്ള അധിക ആളുകളും യൂസ് ചെയ്യുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കിടിലൻ മൈക്കാണ് നമ്മളിന്ന് അൺബോക്സിങ് ആൻഡ് സൗണ്ട് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ബോയ ബൈ M1 എന്ന ഈ ഒരു മൈക്കാണ് നമ്മളിന്ന് അൺബോക്സിങ് ആൻഡ് സൗണ്ട് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും കാലം യൂസ് ചെയ്തിരുന്നത് ലോജിടെക്കിൻ്റെ ഒരു ഹെഡ്സെറ്റ് വിത്ത് മൈക്രോഫോണിലെ ആ ഒരു മൈക്കായിരുന്നു ഞാൻ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ടാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ബോയ M1ലേക്ക് മാറുമ്പോഴുള്ള ആ ഒരു ഡിഫറൻറ്റ് എത്രത്തോളമാണെന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ ഈ ഒരു ബോയ M1ന് ഇത്രത്തോളം ആളുകൾ വാങ്ങാനുള്ള കാരണം എന്തെന്നാൽ ഇത്രയും ബഡ്ജറ്റിൽ നമുക്ക് നല്ലൊരു ഔട്ട്പുട്ടാണ് ഈ ഒരു മൈക്കിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു മൈക്കിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയാണ്, ഇതിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാൻ ആദ്യമേ യൂസ് ചെയ്യുന്നത് ഈ ഒരു മൈക്കാണ്, അതായത് ലോജിടെക്കിൻ്റെ ഈ ഒരു മൈക്കാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഔട്ട്പുട്ട് ഈ ഒരു മൈക്കിൽ നിന്നാണ്. ഇത് ഞാനിവിടെ ട്രൈപോഡിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കലാണ്. ഇനി നമുക്ക് ഈ ഒരു ബോയ M1ൽ കൊടുത്തിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങൾ ഇതിൽ അൺബോക്സിങ് ചെയ്യുമ്പോൾ ഇതിന് ഉൾഭാഗത്തായിട്ട് എന്തെല്ലാമാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഈ വീഡിയോക്ക് അവസാനം നമ്മൾ ബോയ M1ൻ്റെയും അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ആ ഒരു മൈക്കിൻ്റെയും ഡിഫറൻസ് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഔട്ട്ഡോറിൽ എങ്ങനെ, ഇൻഡോറിൽ എങ്ങനെ, ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോയ ബൈ M1ൻ്റെ ആ ഒരു ബോക്സിൻ്റെ ബാക്കിലായിട്ട് ഇതുപോലെ ഫീച്ചേഴ്സും അതുപോലെ തന്നെ സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ അൺബോക്സ് ചെയ്താൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കവിടെ കാണാൻ കഴിയുന്നത് ഒരു പൗച്ചാണ്, ഒരു ബ്ലാക്ക് പൗച്ചും അതുപോലെ തന്നെ അതിൻ്റെ വാറണ്ടി കാർഡ് കാര്യങ്ങൾ. ഓക്കെ, ഈ ഒരു പൗച്ച് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള, നമുക്ക് ഈ മൈക്ക് എങ്ങനെയെങ്കിലൊക്കെ കൊണ്ട് നടക്കാൻ പറ്റിയ ടൈപ്പിൽ ഒരു ബാഗ്, ചെറിയൊരു പൗച്ച് പോലെ ഒരു ബാഗ് കൊടുത്തിട്ടുണ്ട്. ഇതതിൻ്റെ വാറണ്ടി കാർഡ്, പിന്നെ അതിൻ്റെ യൂസർ മാനുവൽ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് ആ ഒരു പൗച്ചിനുള്ളിലായിട്ട് എന്തെല്ലാമാണ് ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി അൺബോക്സിങ് ചെയ്തതാണ്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ തന്നെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഇവിടെ വയർ കാണാൻ പറ്റും. ഞാനത് പുറത്തേക്ക് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ബോയ ബൈ M1 എന്ന മൈക്ക്. ഈ ഒരു മൈക്കിൻ്റെ വിൻഷീൽഡും അതുപോലെ തന്നെ ക്ലിപ്പൊക്കെ മറ്റൊരു കവറിലാണ് ബോക്സിനുള്ളിലായിട്ട് വരാറുള്ളത്. ഇത് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വരാറില്ല, ഞാനത് ഓൾറെഡി ഫിക്സ് ചെയ്തതാണ്. ഈ ഒരു ഭാഗത്താണ് നമ്മൾ ബാറ്ററി ഫിക്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മൊബൈൽ ഫോണിൽ മൈക്ക് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ ക്യാമറയിലാണ് മൈക്ക് ഉപയോഗിക്കുന്നത് എങ്കിൽ അതൊക്കെ കൺട്രോൾ ചെയ്യാനുള്ളത് ഇവിടെയാണ്. ഇവിടെ ഒരു ബട്ടൺ കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ബോയ എന്നൊരു ബ്രാൻഡിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടണ് മുകളിലേക്ക് ആക്കിയാൽ നമ്മൾ ക്യാമറയിൽ മൈക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ മുകളിലേക്ക് ആക്കണം, മൊബൈൽ ഫോണിലാണെങ്കിൽ താഴേക്കും ആക്കണം. ബാക്കിലായിട്ട് നമ്മളിവിടെ നമ്മുടെ ഫാൻറ്റിലൊക്കെ കൊളുത്തിയിടാൻ പറ്റുന്ന ടൈപ്പ് ഒരു കൊളുത്ത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഇതൊന്ന് റിമൂവ് ചെയ്യാം. ഇവിടെ ആയിട്ടാണ് നമ്മൾ ബാറ്ററി അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഓൾറെഡി ഫിക്സ് ചെയ്തതാണ്. ബാറ്ററിയൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഊരി വെവ്വേറെ ആയിട്ടാണ് വരാറുള്ളത് ബോക്സിൽ. ഇതൊക്കെ ഞാൻ ഓൾറെഡി വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഫിക്സ് ചെയ്തതാണ്. അപ്പോൾ ബാറ്ററിയുടെ ആവശ്യം നമുക്ക് മൊബൈൽ ഫോണിൽ എടുക്കുന്ന സമയത്ത് വരുന്നില്ല. ക്യാമറയിലാണ് നമ്മൾ മൈക്ക് യൂസ് ചെയ്യുന്നതെങ്കിൽ ബാറ്ററിയുടെ ആവശ്യമുണ്ട്. മറ്റ് മൊബൈൽ ഫോണിലാണ് നമ്മൾ മൈക്ക് യൂസ് ചെയ്യുന്നതെങ്കിൽ ബാറ്ററിയുടെ ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ബാഗ് എന്ന് പറയുമ്പോൾ ചെറിയൊരു പൗച്ച് പോലെ. ഓക്കെ, അപ്പോൾ ഇതും വരുന്നുണ്ട്. ഇത് നമ്മൾ ചെറിയ കണക്ടറിൽ നിന്ന് വലിയ കണക്ടറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയൊരു പിന്ന്. ഓക്കെ, ഇതാണ് ബോയ M1ൻ്റെ ആ ഒരു വയറ്. ഏകദേശം നല്ല നീളമുണ്ട് ഈ ഒരു വയറിന്. അതാണ് ഒരുപാട് ആളുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫീച്ചറാണിത്. അധിക മൈക്കിനൊന്നും ഇത്ര ദൂരമുള്ള വയർ ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ദൂരം നിന്നുമാണെങ്കിലും നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാം, നല്ല ക്വാളിറ്റിയിൽ ഔട്ട്പുട്ട് ലഭിക്കും. ഇത് അതിൻ്റെ ഒരു വിൻഷീൽഡ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു സ്പോഞ്ച്. ഓക്കെ, വിൻഷീൽഡൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും ഔട്ട്ഡോറൊക്കെ പോവുകയാണെങ്കിൽ.
അപ്പോൾ ഈ ഒരു ക്ലിപ്പ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. നമ്മൾ ഷർട്ടിലൊക്കെ കൊളുത്തിടാൻ പറ്റിയ ക്ലിപ്പ് അവിടെ ഉണ്ട്. അതും ഞാനതിൽ ഫിക്സ് ചെയ്തതാണ്. ഇതൊക്കെ നമ്മൾ ബോക്സിൽ വരുമ്പോൾ ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ടൊരു ഈ ഒരു കവറിനുള്ളിലായിട്ടാണ് വരുന്നത്. അതൊക്കെ ഞാൻ ഓൾറെഡി ഫിക്സ് ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അൺബോക്സിങ്ങിലൂടെ ഉള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമുക്കൊരു ബട്ടൺ കാണാൻ പറ്റും, ക്യാമറ മോഡ്, അതുപോലെ തന്നെ മൊബൈൽ ഫോണിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു മോഡ്. പിന്നെ ഇവിടെയായിട്ട് ബോയ എന്നൊരു ബ്രാൻഡിങ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് അൺബോക്സിങ്ങിലൂടെ നമ്മൾ കണ്ടത്. ഇനി അടുത്തതായിട്ട് നമുക്കിതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ഈ ഒരു മൈക്കിലൂടെയാണ്. സാധാരണ ഞാൻ കറൻ്റ് യൂസ് ചെയ്യുന്ന ഈ ഒരു മൈക്കിലൂടെയാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് ബോയ ബൈ M1 മാറിയാൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. അപ്പോൾ ഞാൻ ബോയൻ്റെ മൈക്ക് ഇവിടെ കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബോയ ബൈ M1 എന്ന ഈ ഒരു മൈക്കിൻ്റെ ഔട്ട്പുട്ട് ക്വാളിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും എത്രത്തോളം ഡിഫറൻറ്റ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു മൈക്ക് നമുക്ക് ഔട്ട്ഡോറിൽ എങ്ങനെ ഉണ്ടാകും, അതുപോലെ തന്നെ ഇൻഡോറിൽ എങ്ങനെ ഉണ്ടാകും. ഇൻഡോറിലാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ബോയ M1 ക്വാളിറ്റി. ഇനി ഔട്ട്ഡോറിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബോയ ബൈ M1 മൈക്ക് ക്വാളിറ്റി. ഇപ്പോൾ അൺബോക്സിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അതിൽ സ്പെക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, നിങ്ങൾക്ക് തന്നെ കേട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഈ ഒരു മൈക്ക് അല്ലാതെ ഞാൻ മൊബൈൽ ഫോണിലെ മൈക്കിൽ സംസാരിച്ചു തരാം. ഇപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ ഫോണിലെ ആ ഒരു മൈക്കിലാണ്, മൊബൈൽ ഫോണിൽ ഇൻബിൽറ്റ് ആയിട്ടുള്ള ആ ഒരു മൈക്കിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടെന്ന് ഡിഫറൻറ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാകും. ഇനി ഈ ഒരു ബോയ M1 ഔട്ട്ഡോറിൽ യൂസ് ചെയ്ത് അങ്ങനെ ഉണ്ടാവും നോക്കാം. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇൻഡോറിൽ ഷൂട്ട് ചെയ്യുന്നതാണ്. ഇനി ഔട്ട്ഡോറിൽ ഷൂട്ട് ചെയ്ത് അതിൻ്റെ മൈക്ക് എത്രത്തോളം ക്വാളിറ്റി ഉള്ള സൗണ്ടാണ് നമുക്ക് ഔട്ട്പുട്ട് തരുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഔട്ട്ഡോറിലെ ബോയ M1 ക്വാളിറ്റിയാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, ഈ ഒരു ഔട്ട്പുട്ട്. ഇപ്പോൾ ഞാൻ ബോയ M1 ആ ഒരു മൈക്കിലൂടെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഔട്ട്ഡോറിലുള്ള ക്വാളിറ്റി എത്രത്തോളമാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. നോയിസ് ക്യാൻസലേഷൻ കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇവിടുന്ന് ഒരുപാട് കിളികളെ സൗണ്ട്, അതുപോലെ തന്നെ മറ്റു പ്രാണികളെ സൗണ്ടൊക്കെ ഉണ്ട്. അതൊക്കെ ഇതിൽ ക്യാപ്ചർ ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല. നിങ്ങൾക്കിപ്പോൾ കറക്റ്റ് സൗണ്ട് ക്വാളിറ്റി എത്രത്തോളമാണെന്ന് മനസ്സിലായിട്ടുണ്ടാകും. ഇത് നമ്മൾ സാധാരണ ലൈവൊക്കെ ചെയ്യാറുള്ള ആ ഒരു ലൊക്കേഷനാണ്, എൻ്റെ വീടിൽ നിന്ന് കുറച്ച് അടുത്തായിട്ടുള്ളൊരു ലൊക്കേഷനാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നെല്ലാണ്, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കതിരുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബോയ M1 ഒരു അൺബോക്സിങ്, അതുപോലെ തന്നെ അതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി കാര്യങ്ങളുള്ള വീഡിയോ ആയിരുന്നു. ഇപ്പോൾ കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു കാറ്റ് ഇതിൽ നിങ്ങൾക്ക് മൈക്കിൽ അറിയാൻ പറ്റുന്നോ അറിയില്ല. ഇപ്പോൾ വിൻഷീൽഡൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഈ ഒരു ബോയ M1 ഡിസ്കണക്ട് ചെയ്ത് മൊബൈൽ ഫോണിലെ മൈക്കിൽ ഉള്ള ആ ഒരു ക്വാളിറ്റി എത്രത്തോളമാണെന്ന് നോക്കാം. ബോയ M1 ഡിസ്കണക്ട് ചെയ്തു. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൊബൈൽ ഫോണിലെ ആ ഒരു മൈക്കിലുള്ള ഔട്ട്പുട്ടാണ്. അപ്പോൾ ഇതിൻ്റെ തമ്മിലുള്ള ഡിഫറൻറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ യൂട്യൂബിൽ ആദ്യമായിട്ടുള്ള ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മൈക്കാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എന്തായാലും ചെയ്തിരിക്കുക, കാരണം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായി പുതിയ എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.